ഇഷ്ടം ഇങ്ങനെ. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും. അപ്പം ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ ലോഗുമായിട്ടാണ് കേട്ടോ. നാളെ ഞങ്ങളുടെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങിയതാണ് ഞാൻ. സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുക എന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ രാശേട്ടോട് പറയാനാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നേരെ പോർട്ട്ലൂസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്നിൽ കയറിയിട്ട് വല്ല ടീഷർട്ടോ ഷർട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പോയത് റോക്സിലാണ്. അപ്പോൾ അവിടെയുള്ള ടീഷർട്ടിൻ്റെ കളറൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഐലൻഡ് ഹീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് ഒരു സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാട് സാരികളൊന്നുമില്ല. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ ഒരുപാട് സാരികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ വിചാരിച്ചൊരു സാരി വാങ്ങിക്കാന്നുള്ളത്. സാരി വാങ്ങിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഇന്ത്യൻ സാരി ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞാൻ സാരി വാങ്ങിച്ചു കേട്ടോ. പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഷോപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷോപ്പ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ട്രെയിനിനാണ് തിരിച്ചു പോകുന്നത്. ബസ്സിന് പോകണമെങ്കിൽ അത്ര ദൂരെ പിന്നെയും പോകണം. അതുകൊണ്ട് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. നമ്മൾ കാണുന്ന ആളുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. ഇവിടെയുള്ള പല സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറന്ന ഒരു സ്ഥലം പോലെയാണ് തോന്നുന്നത്. എസ് സ്ട്രീറ്റോ അല്ലെങ്കിൽ ഓരോ ബസ് സ്റ്റാൻഡോ കാണുന്ന സമയത്ത് നമ്മളെവിടേക്കോ കണ്ടു മറന്നൊരു സ്ഥലം പോലെ മാത്രമേ തോന്നുള്ളൂ കേട്ടോ. എൻ്റെ പോലെ ഇങ്ങനെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പറയണേ. ഞാനിങ്ങനെ എല്ലാ ഷോപ്പിലും കയറും, എല്ലാ ഡ്രസ്സും എടുത്തു വെക്കും, പക്ഷെ ഒന്നും വാങ്ങൂല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടും ചുമ്മാ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടും. ഇതാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാതാ. ഇത്ര സമയം നല്ല വെയിലായിരുന്നു. ഇപ്പോൾ അതാ പെട്ടെന്ന് തന്നെ മഴ പെയ്തു. നല്ല അടിപൊളി മഴയാട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അമ്മയ്ക്ക് മാത്ര ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫിലുണ്ടായിരുന്ന ഓരോ ചെറിയ മൊമെന്റ്സ് ഒക്കെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ നമുക്ക് തരുന്നത്. വലുതായിട്ടൊന്നും വേണ്ട, നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുചേർന്നിട്ട് ഒരു സെലിബ്രേഷൻ, അത് ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയം കൂടിയായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്. ബൈ ബൈ.